ഫോർഡിൻ്റെ ഒക്കെ സർവീസ് ബില്ല്, എസ്പെഷ്യലി എൻഡവറൊക്കെ സർവീസ് ബില്ല് ഭയങ്കര ആവുന്നുള്ള പേടിക്കുന്നവർക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു എൻഡവർ നമ്മളിന്ന് ഡെലിവറി കൊടുക്കാൻ പോകുന്ന വാഹനമാണ് DL14. ഡൽഹിയിലെ കാസർഗോഡ് വാഹനം ഇന്ന് നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ രാജസ്ഥാൻ വഴി വരുന്ന സമയത്താണ് രാജസ്ഥാനിലെ അജ്മീറിലെ നാഷണൽ ട്രാക്ടേഴ്സ് ആൻഡ് മോട്ടോഴ്സ് എന്നുള്ള ഡീലർ ഫോർഡിൻ്റെ ഷോറൂം കയറിയതിനു ശേഷം നമ്മൾ ഈ വാഹനത്തിന് 1,20,000 സർവീസ് ചെയ്ത് കറക്റ്റ് കമ്പനി സർവീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2017 മോഡൽ നിൽക്കുന്ന ട്രെൻഡിൽ ഓട്ടോമാറ്റിക് 4x2 ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണിത്. അതും 2.2 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും. 2.2 6 സ്പീഡ് 4x4 അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, 4x2 മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. 2 ലിറ്ററിലാണ് 4x4 വരുന്നത്, അല്ലെങ്കിൽ 3.2ലാണ് 4x4 വരുന്നത്. ട്രെൻഡ് എന്ന പേരിൽ കറക്റ്റ് കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള വാഹനം. അന്ന് നമ്മൾ അജ്മീർ എത്തിയ സമയത്താണ്, അജ്മീറിലാണ് നമ്മൾ ഈ ഒരു വാഹനം ഓതറൈസർ ഡീലർ, ഫോർഡിൻ്റെ ഓതറൈസർ ഡീലർഷിപ്പ് പോയിട്ട് സർവീസിന് കയറ്റി. 1,20,000 സർവീസിന് നമുക്ക് വന്നിട്ടുള്ള ബില്ല് ഞാൻ കാണിച്ചു തരാം. എത്രയാവുന്ന ബില്ല്? സാധാരണ വലിയ വാഹനമാണ്, അപ്പോൾ വലിയ ബില്ല് പ്രതീക്ഷിച്ചാണ് പല ആളുകളും എൻഡവറൊക്കെ എടുക്കാൻ പേടിക്കുന്നത്. ആകെ എനിക്ക് വന്നിട്ടുള്ള ബില്ല് നോക്കിയാൽ 8,502 രൂപയാണ്. നമുക്ക് ആകെ ഇത്രയും വലിയൊരു പടക്കുതിരനെ സർവീസിന് കയറ്റിയിട്ട് വന്നത്. ഓയിലിന് അതിനകത്ത് ആകെ 2,000-2,500 രൂപ. ഇതിനൊക്കെ പിന്നെ എയർ ഫിൽറ്ററിനും അതേപോലെ ഫിൽറ്ററിനൊക്കെ ഓയിൽ ഫിൽറ്ററൊക്കെ പിന്നെ വെറും 1000-ൻ്റെ ഉള്ളിലുള്ള എമൗണ്ടുകൾ മാത്രം. അത്രയും ചീപ്പ് ആൻഡ് കോസ്റ്റിൽ കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള വാഹനമാണ് നമ്മുടെ ഈ ഒരു മുത്ത്, അതായത് നമ്മുടെ ഫോർഡ് എൻഡവർ. നമ്മൾ കരിമ്പുലി വാങ്ങിയ ശേഷം ഒത്തിരി പേര് ഫോർഡ് എൻഡവറിനെ പറ്റി തിരിച്ചറിഞ്ഞ് ഒരുപാട് പേര് അതർ സ്റ്റേറ്റിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും ഒരുപാട് വാഹനങ്ങൾ, നല്ല നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് നമ്മുടെ എൻക്വയറി ചെയ്യാൻ തുടങ്ങി, ഫോർഡ് എൻഡവർ ഉണ്ടോ, ഫോർഡ് എൻഡവർ ഉണ്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വന്ന് അത്രയും കിലോമീറ്റർ, ഏകദേശം 3000 കിലോമീറ്ററോളം നമ്മൾ ഓടി വന്ന് അടുത്ത ദിവസം തന്നെ നമ്മൾ ആർക്കിടെക്ചർ സാധനം എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വണ്ടി കൊണ്ട് നേരെ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി. അപ്പോൾ അത്രയും കിലോമീറ്റർ നമുക്ക് ഓടി എന്നുള്ളൊരു എക്സ്പീരിയൻസ് പ്രകാരം ഈ ഒരു വണ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം എവിടെയും വലിയൊരു പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. എസ്പെഷ്യലി വിൻഷീൽഡ് അടക്കം റീപ്ലേസ് ചെയ്തില്ല. കാരണം ഡൽഹി വണ്ടിക്ക് ഒട്ടുമിക്ക വാഹനങ്ങൾ വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ട് വരാറ്. ഇത് വിൻഷീൽഡ് ഒന്നും റീപ്ലേസ് അല്ല. പിന്നെ 4 ഫുൾ കട്ട് ടയർ അടക്കുന്നു, മിഷലിൻ്റെ ടയേഴ്സ് അടക്കുന്നു. ട്രെൻഡ് എന്ന പേരിൽ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കമ്പനിയിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗം പക്ക നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അത്ര സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പക്ക നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സീറ്റ് കവർ ഓൾറെഡി കമ്പനി വരുന്ന പക്ഷേ പക്ക വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീക്കറിന് നമ്മുടെ കരിമ്പുലിയിൽ വരുന്ന ആ സ്പീക്കറിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാസും അതേപോലെ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതിന് കമ്പനി വന്നതാണോ അതോ ഇനി അപ്ഡേറ്റ് ചെയ്താണോ എന്നറിയില്ല. എനിവേ ആ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറഞ്ഞത് 2.2 ആയതുകൊണ്ട് ഇതിൻ്റെ മൈലേജാണ് 12.5. ഇതിനകത്ത് മൈലേജ് ആണ്, ഞെട്ടിച്ച് കളഞ്ഞു. സാധാരണ 2 ലിറ്റർ നമ്മുടെ ഓട്ടോമാറ്റിക്കലി കരിമ്പുലി വരുന്നത് അതുപോലും നമുക്കൊരു 7, 8, 8.5 റേഞ്ചിലേ വരാറുള്ളൂ. പക്ഷേ ഈ ഒരു വാഹനം മാത്രം ഇങ്ങനെ 12 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നു എന്നുള്ളത് എന്നെ അതിശയപ്പെടുത്തി. മേ ബി 2.2 6 സ്പീഡ് ഗിയർ ബോക്സ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും നല്ല മൈലേജ് ഈ ഒരു വാഹനം തരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഇതിനകത്ത് കാണിക്കുമെന്നാവും. അതാ 12.1. ഇപ്പോൾ ഇവിടെ ലോക്കല് ഇന്നിപ്പോൾ ഫുള്ള് ഇവിടെ ഓടിയതായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ടും 12 ഇതിനകത്ത് ആവറേജ് മൈലേജ് കാണിക്കുന്നു. നമ്മളെ കരിമ്പുലിക്ക് ഏകദേശം എനിക്കൊണ്ട് ഹൈവേ കയറുന്ന സമയത്ത് മാത്രമേ നമ്മളൊരു 8, 9, 10 വരെയൊക്കെ എത്താറുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ലോക്കൽ ഓടുമ്പോൾ 6, 7 റേഞ്ചിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നല്ലൊരു ക്വാളിറ്റിയുള്ള കറക്റ്റ് കമ്പനി സർവീസ്, ഫുൾ സർവീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫോർഡ് എൻഡവർ ഇനി എടുക്കുന്നതിനൊക്കെ സർവീസ് ഇല്ല. ജസ്റ്റ് 8,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രമേ സർവീസ് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫോർഡ് എൻഡവർ, നല്ല ക്വാളിറ്റിയുള്ള എൻഡവർ ആരെങ്കിലുമൊക്കെ തപ്പി അന്വേഷിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.